ബാത്റൂമിൽ വെള്ളം വന്നില്ലെന്ന് പറഞ്ഞിട്ട് ചെന്നതാണ്. അപ്പോൾ ശരിയാണ് സംഭവം. ടാപ്പൊന്നും ഉടഞ്ഞേക്കണതല്ല. നമുക്ക് കൺസീൽഡ് വാൽവിൻ്റെ പോർഷനും കൂടി അങ്ങോട്ട് അഴിച്ചു നോക്കി. ഓൾറെഡി അവിടുത്തെ ഇലക്ട്രീഷ്യൻ അഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ബാത്റൂം നല്ല വൃത്തിയിൽ സൂക്ഷിച്ചേക്കണേണ്. അഴുക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വന്നു പോയാൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് കമ്പിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി കറക്കിയൊക്കെ നോക്കി രക്ഷയും കിട്ടിയില്ല. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ആംഗിൾ കോക്ക്, അതേപോലെ തന്നെ മുക്കാലിക്കര ബ്രാസ് ത്രെഡ് എൽബോ, അതേപോലെ തന്നെ ഒരു PVC ടാപ്പും ഉണ്ടായി. അപ്പോൾ 3/4 ജോസ് കറക്റ്റ് നീളത്തിനുള്ളത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ട് ഒന്നും മേടിക്കാതെ നമുക്ക് ഒപ്പിക്കാൻ പറ്റി. അപ്പോൾ അത് വെച്ച് എങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. സ്പ്രിങ്ങും പുള്ളറൊക്കെ വെച്ച് തള്ളി നോക്കിയിട്ടാ. പിന്നെ ലൈൻ പുറത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് നോക്കിയത്. അല്ലെങ്കിൽ പിന്നെ അടിയിലോട്ട് പോയി അത് വേറെ ഏതെങ്കിലും ബാത്റൂമിൽ ചെന്ന് തങ്ങാൻ സാധ്യതയുണ്ട്. ഇതൊരു 5 നിലയോളം ഹൈറ്റുള്ള ബിൽഡിങ്ങാണ്. അതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് സംഭവിച്ചേക്കണത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി അടയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തുള്ള വാട്ടർ ലൈൻ അങ്ങോട്ട് കട്ട് ചെയ്ത് അകത്തോട്ട് കയറുന്ന ലൈൻ കട്ട് ചെയ്തിട്ടാണ് അവിടെ 3/4 എൽബോയും ആംഗിൾ കോക്കും ഫിറ്റ് ചെയ്ത് ഓസ് അകത്തോട്ട് ഇട്ടേക്കണത്. അപ്പോൾ അത് സോൾവെൻ്റ് ഇട്ട് ഒട്ടിച്ചിട്ടില്ല കേട്ടോ 3/4 എൽബോ. അതിൽ ടഫ് ലോൺ കുറച്ച് ചുറ്റിയിട്ട് അടിച്ച് കയറ്റി വെക്കുകയാണ് ചെയ്തേക്കണത്. അത് കമ്പിയിട്ട് കെട്ടിയും വെച്ചിട്ടുണ്ട്. തൽക്കാലം ടെമ്പററി ആണല്ലോ, അല്ലെങ്കിൽ പിന്നെ അവിടെയൊക്കെ കപ്ലിങ് ഇടേണ്ടി വരും. മറ്റേതാകുമ്പോൾ 245 ഇട്ടിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഉള്ളിൽ ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പുറ സൈഡിൽ കൂടി. അതേപോലെ തന്നെ ടാപ്പിലും കാര്യങ്ങളിലൊക്കെ വെള്ളം വന്നുണ്ട്. ഇത് അതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ വെള്ളം തുറന്നിട്ട് വന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ പുള്ളറൊക്കെ വെച്ച് ഒന്നും കൂടി തള്ളിക്ക് ഇളക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ 45 ഒട്ടിക്കണേന് നമ്മുടെ മുറിപ്പാടുകളുണ്ട് ഇതിന്. അത് ജോയിൻ്റ് ആയേക്കണതിൻ്റെ അവിടെ ഒരു പാട് ഉണ്ട്. ആ പാട് നമുക്ക് വളരെ ഉപകാരമുള്ളതാണ് കേട്ടോ. അത് ഫുള്ളായിട്ടുള്ള പാടുകൊണ്ട് പകുതിയായിട്ടുള്ളതുകൊണ്ട്, പകുതിയാണെങ്കിലും ഫുള്ളാണെങ്കിലും നമുക്ക് ഭയങ്കര ഉപകാരമാണ് ഈ സംഭവം. ഡയറക്ഷൻ തെറ്റാതെ നമുക്ക് ഒട്ടിക്കാൻ അത് ഭയങ്കര സഹായവും. അതേ മച്ചാൻ ഡയറക്ഷൻ നോക്കണതാണ്. അത് ഒട്ടിച്ചേക്കണൊക്കെ കറക്റ്റാണ്. ഉള്ളിലോട്ട് ഫുള്ള് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ആ മാർക്കിങ് നോക്കിയാണ് മച്ചാൻ ഒട്ടിക്കണത്. അതാകുമ്പോൾ ഭിത്തിയിലൊന്നും വെച്ച് നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. കറക്റ്റായിക്കോളും എൻ്റെ ഡയറക്ഷൻ. അപ്പോൾ പിന്നെ 45 ഒക്കെ നല്ല കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എൽബോ ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ കപ്ലിങ് ഇടേണ്ടി വരും. എൽബോയാണ് ഇടണമെങ്കിൽ. ഇത് സൈറ്റിൽ തന്നെ 45ഉം സോൾവെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം മെയിൻ്റനൻസൊക്കെ മെയിൻ്റനൻസിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ 45 ആവുമ്പോൾ നമുക്ക് കപ്ലിംഗ് ഒന്നും ആവശ്യമില്ല. കറക്റ്റ് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് കളയാനേ ഉണ്ടാവുള്ളൂ. അതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞ്. സോൾവെൻറ്റിലൊരു ദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല. നമ്മുടെ CPVC സോൾവെൻ്റ് ആണെങ്കിൽ മാത്രമേ ഇത്തിരി ഡേഞ്ചറുള്ളൂ. എന്തോരം കൂടിയാലും ഒരു പ്രശ്നവുമില്ല PVC സോൾവെൻറ്റ്. പിന്നെ പ്രശ്നമില്ലായികയൊന്നുമില്ല, സ്മെല്ലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം ഇത് കുടിക്കണ വെള്ളമൊന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ സോൾവെൻറ്റ് കൂടുന്നതനുസരിച്ച് സ്മെല്ല് കുറച്ചധികം നാൾ നിൽക്കും. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തത് കാരണം പറഞ്ഞല്ല. അത് അല്ലെങ്കിൽ അടിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കൺസീൽഡ് പോകണ ആ പാട്ടിലൊക്കെ വേറെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാളിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് അതിനെ പുറത്തോട്ട് എടുത്തത്. ആ എടുത്ത സാധനം വീഡിയോയിൽ കാണുന്നില്ല. അത് അന്നേരം ക്യാമറ ഓണല്ലായിരുന്നു. അപ്പോൾ അത് കാരണം ആ പീസ് കാണുന്നില്ല ഇതിനകത്ത്. ഈ എടുത്തെന്നുള്ളതാണ് ഓർമ്മ, പക്ഷെ കാണുന്നില്ല. ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം വരുന്നു. പ്ലാസ്റ്റിക്കും കുറച്ച് പേപ്പറും കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഫോഴ്സിനൊന്നും ഒരു കുറവുമില്ല.